നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സെഫന്യ പ്രവചനം 3-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മത്സരവും മലിനതയും ഉള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരത്തിനയ്യോ കഷ്ടം. അവൾ വാക്ക് കേട്ട് അനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തന്റെ ദൈവത്തോട് അടുത്തു വന്നിട്ടുമില്ല. അതിനകത്ത് അതിന്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിന്റെ ന്യായാധിപതിമാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ. അവർ പ്രഭാതകാലത്തേക്കൊന്നും ശേഷിപ്പിക്കുന്നില്ല. അതിന്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരും ആകുന്നു. അതിന്റെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. യഹോവയുടെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ രാവിലെ അവൻ തന്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നു. നീതി കെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ. ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു, അവരുടെ കൊത്തളങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞാൻ അവരുടെ വീഥികളെ ആരും കടന്നു പോകാതെ വണ്ണം ശൂന്യമാക്കി. അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയും ഇല്ലാതെ നശിച്ചിരിക്കുന്നു. നീ എന്നെ ഭയപ്പെട്ട പ്രബോധനം കൈക്കൊള്ളുക എന്ന് ഞാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അവളെ സന്ദർശിച്ചത് പോലെയൊക്കെയും അവളുടെ പാർപ്പിടം ഛേദിക്കപ്പെടുക ഇല്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്തു പോന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പീനെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ക്രോധവും എന്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവഭൂമിയും എന്റെ തീഷ്ണത അഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. കൂശ് നദികളുടെ അക്കരെ നിന്ന് എന്റെ നമസ്കാരികൾ, എന്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അന്നാളിൽ ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർവോല്ലസിതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല. ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവയെ ഭയപ്പെടുത്തുകയുമില്ല. സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിപ്പിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ലജ്ജാഭാരം വരിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ഉടനെ നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചെതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മത്സരവും മലിനതയുമുള്ള നഗരം എന്ന 1-ാം വാക്യം യെരൂശലേമിനെ കുറിച്ചാണ്. അവർക്ക് ദൈവവചനം നൽകപ്പെട്ടത് എന്നാണ് 2-ാം വാക്യം. എന്നാൽ അവരുടെ രാജാക്കളും പ്രഭുക്കളും പ്രവാചകരും പുരോഹിതരും ഉൾപ്പെടെ നീചന്മാരായി സിംഹങ്ങളെയും ചെന്നായ്ക്കളെയും പോലെ
അവർ ആയിത്തീർന്നിരിക്കുന്ന കാര്യമാണ് 3 മുതൽ 5 വരെ. ദൈവത്തെ അറിയാത്തതിനാൽ മ്ലേച്ഛത പ്രവർത്തിച്ച ജാതീയ രാജ്യങ്ങളെ ദൈവം ശിക്ഷിച്ച കാര്യം ഇസ്രായേലിനറിയാമെങ്കിലും അവരും ദൈവത്തെ ഭയപ്പെടുകയോ ദൈവത്തോട് അടുത്തു വരികയോ ചെയ്തില്ല എന്നാണ് 6-7 വാക്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ദൈവം അവരെ പ്രവാസികളാക്കും എന്നാണ് 8-ാം വാക്യം. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുക മാത്രമല്ല, അവർക്കും തന്നെ ഭയപ്പെടുന്ന പുറജാതി രാജ്യങ്ങൾക്കും ദൈവരാജ്യത്തിൽ അവകാശം നൽകുകൂടെ ചെയ്യുന്ന പ്രത്യാശയുടെ കാര്യമാണ്. ദൈവരാജ്യവാസത്തിനായി ദൈവം ഏവർക്കും പുതിയ ഹൃദയവും പുതിയ അധരവും നൽകും എന്നും പറയുന്നു. 13 മുതൽ 20 വരെയുള്ള അവസാന വാക്യങ്ങളിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രായേലിന് അനുതാപം ഉണ്ടാകുന്നതിനാൽ ഭോഷ്കും ചതിവും അനീതിയും പ്രവർത്തിക്കയില്ല. ഭാവി ദൈവരാജ്യത്തിൽ ഇസ്രായേലിന് മാത്രമല്ല വിശ്വസിക്കുന്ന പുറജാതികൾക്കും സ്വഭാവമാറ്റമുണ്ടാകും. യുദ്ധമില്ലാത്ത സമാധാനപൂർണമായ ഭരണം ദൈവം സ്ഥാപിക്കും. യഹൂദനും പുറജാതിയും ചേർന്ന സമാധാനമായി ജീവിക്കുന്നത് സഭയുടെ കാര്യമാണെന്ന് ഗലാത്യർ 3:14 പൗലോസ് എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ സർവ്വ സൃഷ്ടികൾക്കും രൂപമാറ്റം ഉണ്ടാകും. എല്ലാ സൃഷ്ടിയും ഇന്ന് ഈറ്റുനോവോടിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ ഏദനിൽ സംഭവിച്ച ആ ശാപത്തിന് ശാപമോക്ഷം ഉണ്ടാകുകയും കർത്താവിനെ വിശ്വസിക്കുന്ന കുരിശിൽ മരിച്ച നരകം അനുഭവിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകല പുറജാതികളെയും ഒപ്പം യേശുവിനെ മെശിഹയായി ദൈവമായി രക്ഷിതാവായി കൈക്കൊള്ളുന്ന യഹൂദനെയും ചേർത്ത് യെരൂശലേം ആസ്ഥാനമാക്കി യേശു മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും. യാതൊരു ദുഃഖവും യുദ്ധവും മുറവിളിയും പകർച്ചവ്യാധിയും ഉണ്ടായിരിക്കുകയില്ല. അതാണ് ബൈബിൾ നൽകുന്ന പ്രത്യാശ. അതിന്റെ നിഴലാണ് ഇന്ന് സഭയിൽ കാണുന്നത്. കാരണം സകല ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലും വംശത്തിൽ നിന്നുള്ള ആളുകളാണ് ഇന്ന് സഭയിൽ കർത്താവിനെ ആരാധിക്കുന്നതും സന്തോഷിക്കുന്നതും. തീർച്ചയായിട്ടും എല്ലാ ശാപവും മാറി എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ ഭാഷയിൽ, ഒരേ ശരീര ഘടനയിൽ, ഒരേ സന്തോഷത്തിൽ, ഒരേ ജ്ഞാനത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ആളുകൾ അധികം ദൂരമല്ല. ആ പ്രത്യാശയോടെ നമുക്ക് കഴിയാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.